വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കേരളം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ് പാലക്കാടും അടൂരും. സ്വാഭാവികമായും നമുക്കറിയാം, പാലക്കാട് എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയിരുന്ന ഒരു മണ്ഡലമാണ്. അതുപോലെ തന്നെ അടൂര് രാഹുലിന്റെ സ്വന്തം മണ്ഡലമാണ്. അപ്പോൾ ഈ രണ്ടിടങ്ങളിലും എങ്ങനെയായിരിക്കാം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ ഒരു പ്രതീക്ഷ, അല്ലെങ്കിൽ വരുന്നവർ ആരായിരിക്കാം മത്സരിക്കാൻ എത്തുന്നത്, അവിടെ എങ്ങനെയാണ് പ്രചാരണ രീതികൾ എന്നുള്ളത് ഏറെ ശ്രദ്ധേയമായ ഒരു കാര്യം തന്നെയാണ്. അവിടെ പ്രധാനമായും നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ പോലും ചിന്തിക്കുന്നത്, പാലക്കാട് രാഹുൽ സജീവമാകാൻ സാധ്യതയുണ്ട്. കാരണം പലപ്പോഴായി രാഹുലിന്റെ പ്രവർത്തനങ്ങൾ വീണ്ടും ഒരു ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേറ്റ് വരുന്നു, അല്ലെങ്കിൽ പല നേതാക്കന്മാരുടെയും പല പ്രശ്നങ്ങളിലും അവരെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വരുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ പാലക്കാട് രാഹുൽ സജീവമായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്ത് എല്ലാവരുടെയും പ്രതീക്ഷകൾ തെറ്റിച്ചുകൊണ്ട് അടൂരിലേക്ക് രാഹുലിന്റെ രംഗപ്രവേശം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? തീർച്ചയായും അതാണ് ഇപ്പോൾ ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമായിരുന്നു VK ശ്രീകണ്ഠനുമായി രാഹുൽ മാങ്കൂട്ടത്തിന്റെ ചർച്ചകളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചത് പാലക്കാടേക്ക് രാഹുൽ വീണ്ടും സജീവമാകാൻ പോവുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം പാലക്കാട് തന്നെ ഉണ്ട്, സജീവൻ തന്നെയാണ്. അവിടുത്തെ എല്ലാ പ്രവർത്തനങ്ങളിലും അയാൾ പങ്കെടുക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു വാർത്താ പ്രാധാന്യങ്ങളിലേക്ക് അങ്ങനെ പോകുന്നില്ല. പക്ഷെ കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് ഈ പറയുന്ന ചർച്ചയാണ്, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള ഒരു ചർച്ചയാണ്. ഈ പറയുന്ന പുതിയുഗ യാത്രക്കിടയിൽ ഈ പറയുന്ന MP എന്തിന് രാഹുലിനെ കണ്ടു, അല്ലെങ്കിൽ VD സതീശൻ കൂടെ ഉണ്ടായിരുന്ന യാത്രയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും നേതാക്കന്മാർ അറിഞ്ഞുകൊണ്ടാണ് ഈ ഒരു കൂടിക്കാഴ്ച. അതെ, തീർച്ചയായിട്ടും ആ സംശയങ്ങൾക്ക് ആക്കം കൂടുന്നത്, അല്ലെങ്കിൽ അങ്ങനെ സംശയം വരുന്നത് നമുക്ക് തെറ്റു പറയാൻ സാധിക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ട് ചോദിക്കുന്നുണ്ടായിരുന്നു, കോൺഗ്രസ് പുറത്താക്കിയ ഒരാളെ എന്തിനാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിൽക്കുന്ന ഒരാളെ കണ്ടത്, എന്തിനാണ് സംസാരിച്ചത്? അപ്പൊ രാഹുൽ മാങ്കൂട്ടം തിരിച്ച് മറുപടി പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ നിയമം വല്ലതും ഉണ്ടോ? കോൺഗ്രസ് പുറത്താക്കിയെന്ന് വിചാരിച്ച് MLA തന്നെ അല്ലേ, ഒരു MLA, പാലക്കാടിന്റെ MLA പാലക്കാടിന്റെ മറ്റൊരു നേതൃത്വത്തിൽ ഇരിക്കുന്ന MPയുമായി സംസാരിക്കുന്നു. അതൊരു പുതിയ കാഴ്ച, അല്ലെങ്കിൽ അതിലൊരു പുതുമ എന്താണ് കണ്ടെത്താനുള്ളത്? അപ്പോ നമ്മൾ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ് നിയമസഭാ ഇലക്ഷൻ. അടൂർ എന്ന് പറയുന്നത് പത്തനംതിട്ട മണ്ഡലവുമായി ബന്ധം, അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിലാണ് വരുന്നത്. ഗണേഷ് കുമാറിന്റെ മണ്ഡലമാണ്. അതേപോലെ തന്നെ അടൂരിനെ സംബന്ധിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ പത്തനംതിട്ട ജില്ലയിലാണ് വരുന്നത്. പത്തനംതിട്ടയുടെ അടൂർ എന്ന് പറയുന്നത് കറക്റ്റ് നമ്മൾ ഈ പ്രോപ്പർ പത്തനംതിട്ടയ്ക്ക് അപ്പുറത്തേക്കും അതൊരു ബോർഡറാണ്. കറക്റ്റ് ഈ പറയുന്ന കൊല്ലവുമായി അല്പം ബന്ധമുണ്ട്, ആലപ്പുഴയുമായി അല്പം ബന്ധമുണ്ട്. നമുക്കൊക്കെ റീച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സെന്റർ ആണ് ഈ പറയുന്ന അടൂർ എന്ന് പറയുന്നത്. അതാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സ്വന്തം മണ്ഡലം എന്ന് പറയുന്നത്. അയാൾക്ക് വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ മുൻപുണ്ടായിരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്ത സുഹൃത്തായിട്ടുണ്ടായിരുന്ന ഫെനി നയനാൻ നിന്ന് മത്സരിച്ച മണ്ഡലം കൂടിയാണ് അടൂർ എന്ന് പറയുന്നത്. അവിടെ തോൽവിയായിരുന്നു ഉണ്ടായത്. അപ്പൊ അതേപോലെ സ്വന്തം മണ്ഡലത്തെ തിരിച്ചു കൊണ്ടുവരിക, പറയുന്ന രീതിയിൽ തന്റെ മണ്ഡലം കൈവിട്ടു പോയിട്ട് താൻ മറ്റൊരു മണ്ഡലത്തിൽ ജയിച്ചിരിക്കുന്നത് ഒരു ഹീറോയിസം അല്ലല്ലോ. തിരിച്ച് സ്വന്തം മണ്ഡലത്തെ പരാജയത്തിൽ നിന്ന് ജയത്തിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു ഉത്തരവാദിത്തം തന്നെയാണ്. തീർച്ചയായിട്ടും. പക്ഷെ അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ള സംശയമാണ്. കാരണം രാഹുൽ മുന്നിൽ നിന്ന് നയിക്കുക എന്ന് പറയുമ്പോൾ എത്രയൊക്കെ രാഹുലിനെ അനുകൂലിക്കുന്നവരുണ്ട് എന്ന് പറഞ്ഞാലും അതിനെ ആയുധമാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ മറ്റു പാർട്ടികളിലും സ്വന്തം പാർട്ടിക്കകത്തും തന്നെ ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ രാഹുലിന്റെ വളർച്ചയിൽ ഈ പറയുന്നത് പോലെ ചെറിയ കുശുമ്പും ചെറിയ ദേഷ്യവും ഒക്കെ ഉണ്ടായിരുന്ന ആളുകൾ തീർച്ചയായിട്ടും രാഹുലിന് ഒരു കേസുകൾ വന്നപ്പോൾ രാഹുലിനെതിരെ നിന്നിരുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുൽ മുന്നിൽ നിന്ന് നയിക്കുമ്പോൾ സ്വാഭാവികമായും അതിനെ എതിർക്കാൻ പലരും ശ്രമിക്കും. മറ്റു പാർട്ടികൾക്ക് അതൊരു ആയുധമാകാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഈ പറയുന്ന ജനങ്ങളുടെ മനസ്സിലുള്ള രാഹുലിനോടുള്ള ഒരു ചെറിയ വിദ്വേഷമെങ്കിലും ആളിക്കത്തിച്ചുകൊണ്ട് അവിടെ ഒരു തിരിച്ചടി കോൺഗ്രസിന് ഉണ്ടാക്കാൻ മറ്റു പാർട്ടികളെ കൊണ്ട് സാധിക്കും. തീർച്ചയായും അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കാരണം കൊല്ലത്ത് മുകേഷിനെ ഒഴിവാക്കിയത് നമ്മൾ കണ്ടതാണ്. ഇത്രയും നാളും ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് പറയുമ്പോൾ മുകേഷിന്റെ പേരായിരുന്നു കൂടെ ഉയർന്നു നിൽക്കുന്നത്. അപ്പൊ ആ ഒരു പേരിന് ഇപ്രാവശ്യം ആ ഒരു കാര്യമില്ല, അല്ലെങ്കിൽ മുകേഷ് ഇല്ല രംഗത്ത്. അതുകൊണ്ട് തന്നെ മുകേഷിന്റെ പേര് പറയാനും സാധിക്കില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടം നിൽക്കുകയാണെങ്കിൽ പാലക്കാട് ആയിരിക്കാം നിൽക്കുക എന്ന് പറയുന്ന ഒരു ചാൻസിന്റെ അപ്പുറത്തേക്ക് അടൂർ രാഹുൽ മാങ്കൂട്ടം നിൽക്കാനൊരു സാധ്യതയുണ്ട്. കാരണം സ്വന്തം മണ്ഡലമാണ്, അദ്ദേഹത്തിനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഫെനി നയനാൻ നിന്ന് തോറ്റതുപോലെയല്ല, രാഹുൽ മാങ്കൂട്ടം നിൽക്കുകയാണെങ്കിൽ 100% വിജയ സാധ്യതയുള്ള മണ്ഡലമാണ് ഈ പറയുന്ന അടൂർ എന്ന് പറയുന്നത്. പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ അടൂർ ഒരു ബോർഡറാണ്. ഈ പറയുന്ന കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട എല്ലാവർക്കും ഒരേപോലെ റീച്ച് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഒരു ബോർഡർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ പറയുന്ന അടൂർ എന്ന് പറയുന്നത്. അപ്പൊ ഈ പറയുന്ന ബോർഡർ മണ്ഡലങ്ങളിൽ, ഈ പറയുന്ന ജില്ലകളിലൊക്കെ ഒരുപാട് മന്ത്രിമാരുണ്ട്. ഈ പറയുന്ന വീണ ജോർജ്, ആറന്മുള, അതേപോലെ കൊട്ടാരക്കരയിൽ നിന്ന് ഉള്ള ഈ ബാലഗോപാൽ നമ്മുടെ ധനകാര്യമന്ത്രി ഉണ്ട്. അതേപോലെ ഗണേഷ് കുമാർ, പത്തനംതിട്ട എന്ന് പറയുമ്പോൾ ഗണേഷ് കുമാറിന്റെ പേര് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഈ പറയുന്ന ഭരണപക്ഷത്തിരിക്കുന്ന മന്ത്രിമാരുടെ കൂടെ തട്ടകത്തിന്റെ അകത്ത് വരുന്ന ഒരു മണ്ഡലമാണ് ഈ പറയുന്ന അടൂർ എന്ന് പറയുന്നത്. പക്ഷെ അവിടെ ഈ മന്ത്രിമാരെക്കാട്ടിൽ അപ്പുറത്തേക്ക് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടെന്നുള്ള സത്യാവസ്ഥയാണ്. ഈ പറയുന്ന നേരത്തെ ഈ വീണ ജോർജുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു പോസ്റ്റ് ഇടുന്നുണ്ടായിരുന്നു. അപ്പൊ അതിനകത്തിലാണെങ്കിൽ തന്നെ തന്റെ വ്യക്തിപരമായ ജീവിതത്തിന്റെ അപ്പുറത്തേക്കും തനിക്ക് രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി
വീണ്ടും ഈ പറയുന്ന തന്റെ സ്ഥാനം ഉറപ്പിക്കുക എന്ന രീതി തന്നെ ആയിരിക്കാം. പാലക്കാട് മത്സര രംഗത്തേക്ക് ഇല്ല എങ്കിൽ അടൂരാണ് നമുക്ക് അദ്ദേഹത്തിനെ പക്ഷേ പ്രതീക്ഷിക്കാൻ. വരുന്ന 2026 അത് എത്രത്തോളം പ്രാവർത്തികമാകുമെന്നുള്ള സംശയമില്ലേ? കാരണം പക്ഷെ ആ ഒരു സ്ഥാനാർത്ഥിത്വം ഇല്ലെങ്കിൽ ചിലപ്പോ ഈ പറയുന്ന രീതിയിൽ അധികം കാലമായിട്ടില്ല ഈ ആരോപണ വിധേയനായിട്ട്. അതേപോലെ തന്നെ പാർട്ടി ഇതുവരെ കോൺഗ്രസിലേക്ക് അദ്ദേഹത്തെ തിരിച്ചെടുത്തിട്ടില്ല. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ സ്ഥാനാർത്ഥി ആയില്ലെങ്കിൽ പോലും ഈ പറയുന്ന നേതൃത്വ സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രചാരണങ്ങളൊക്കെ നയിക്കാൻ വേണ്ടി, മുന്നിൽ നിന്ന് നയിക്കാൻ വേണ്ടി രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ഉള്ളതുപോലെ പിന്നീട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രധാന സ്ഥലം അടൂര് തന്നെയാണ്. ഇതിനു മുൻപ് ഈ പറയുന്ന ഫെനി നയനാർ നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു അന്തരീക്ഷം അറിയാം. ഇദ്ദേഹത്തിന് നേരെ ഈ പറയുന്ന ആരോപണങ്ങൾ വന്ന സമയമാണ്. അപ്പൊ ഇയാൾ ഒളിവിൽ പോയൊരു സമയമാണ്. ആ സമയത്ത് ഈ പറയുന്ന അടൂരിലെ പ്രചാരണങ്ങളെല്ലാം രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിരുന്നു. അപ്പോ ഒരുപാട് വൻ ഭൂരിപക്ഷത്തിലൊന്നും അല്ല ഈ പറയുന്ന അടൂര് ഈ പറയുന്ന കക്ഷി പാർട്ടികൾക്ക് പോയിട്ടുള്ളത്. അപ്പോൾ തിരിച്ച് ഈ പറയുന്ന ആരോപണ വിധേയത്തിൽ നിന്നും അപ്പുറത്തേക്ക് പിന്നീടും വീണ്ടും അയാൾ ഈ പറയുന്ന സജീവ സാന്നിധ്യത്തിലേക്ക്, രാഷ്ട്രീയ സാന്നിധ്യത്തിലേക്ക് വരുമ്പോൾ അപ്പോൾ വീണ്ടും അയാൾ അവിടെ പ്രചരണത്തിന് വരികയാണെങ്കിൽ അവിടെ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോ പ്രത്യേകിച്ച് ഈ പറയുന്ന തദ്ദേശം എന്ന് പറയുന്നത് ഭരണപക്ഷത്തിന് അനുകൂലമായിട്ടൊരു തദ്ദേശമായിരുന്നില്ല. പിന്നെ തദ്ദേശത്തെ അവരൊന്നും വിലക്കെടുക്കുന്നില്ല, അത് മറ്റൊരു കാര്യം. അവർ കൂടുതലായി കാണുന്നത് നിയമസഭയാണ്, ഈ പഞ്ചായത്ത് തലങ്ങളിലേക്കുള്ള ഇലക്ഷനുകളാണ് ഈ പറയുന്ന ഒരു ഭരണം അല്ലെങ്കിൽ ആർക്കാണ് ഭരണം കൊടുക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് അതാണ് CPM-ന് ആകെയുള്ള അല്ലെങ്കിൽ ഭരണപക്ഷത്തിരിക്കുന്ന സർക്കാരിന് ആകെയുള്ള ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ആ സമയത്ത് ജനങ്ങൾ തന്നെ കൈവിടില്ല എന്ന് പറയുമ്പോൾ അപ്പോൾ മണ്ഡലങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് നമുക്ക് പ്രവർത്തിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ആ മണ്ഡലത്തിൽ ആരെയാണോ അധികം ഇൻഫ്ലുവൻസ് ഉള്ളത് അവരെ പ്രചരണത്തിന് വിട്ടേ പറ്റുള്ളൂ. കോൺഗ്രസ് ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം തന്നെ ഒരു സൂചന നമുക്ക് തന്നിട്ടുള്ളതാണ്. കോൺഗ്രസിൽ നിന്ന് തന്നെ പുറത്താക്കിയതല്ലേ. അപ്പൊ പിന്നീട് എന്തിനാണ് ഒരു കോൺഗ്രസ് നേതാവുമായി ഒരു കൂടിക്കാഴ്ച? അപ്പൊ രാഹുൽ മാങ്കൂട്ടം തിരിച്ച് കൊടുക്കുന്ന ഒരു മറുപടി എന്താണ്? അതെന്താ കാണാൻ പാടില്ല എന്ന് എന്തെങ്കിലും കാര്യമുണ്ടോ? കാരണം ഞാൻ സിറ്റിംഗ് MLA തന്നെയാണ്. അപ്പൊ എന്തുകൊണ്ട് കാണാൻ പാടില്ല? അപ്പൊ ഒരു സിറ്റിംഗ് MLAക്ക് തന്റെ സ്വന്തം മണ്ഡലത്തിലും അതേപോലെ തന്നെ താൻ MLA ഇരിക്കുന്ന മണ്ഡലത്തിലും ഒരേപോലെ പ്രചരണത്തിന് ഇറങ്ങാൻ പറ്റുമെന്നൊരു സൂചനയാണ് നൽകുന്നത്. അപ്പൊ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് ഈ 2 മണ്ഡലങ്ങളിലും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. അപ്പൊ ഒരാൾക്കും പോയി ചോദിക്കാൻ പറ്റില്ല എന്തിനാണ് രാഹുൽ മാങ്കൂട്ടം അടൂർ മണ്ഡലത്തിലേക്ക് വന്നത്. കാരണം അയാളുടെ മണ്ഡലമാണ്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും നിങ്ങൾക്ക് വരാൻ പറ്റില്ല അല്ലെങ്കിൽ നിങ്ങൾ അവിടെ വന്നു കഴിഞ്ഞാൽ ജയസാധ്യത ഇല്ല എന്ന്? തന്റെ മണ്ഡലത്തിലല്ല നിന്നിട്ട് പോലും അയാൾക്ക് ജയസാധ്യത ഉണ്ട്. അപ്പൊ അയാൾ പറയുകയായിരിക്കാം ചിലപ്പോൾ ഷാഫി മുന്നിൽ നിന്നത് കൊണ്ടാണ് ഈ പറയുന്ന പാലക്കാട് അയാൾ ജയിച്ചത്. അതിന്റെ അപ്പുറത്തേക്ക് അയാളോട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇപ്പൊ പോലും പല ഇദ്ദേഹത്തിൻ്റെതായിട്ടുള്ള പോസ്റ്റുകളാണെങ്കിലും അല്ലെങ്കിൽ ഇയാളുടെ അഭിപ്രായങ്ങളാണെങ്കിലും പറയുമ്പോൾ എല്ലാം രാഹുൽ ഫാൻസ് ഒന്നും അല്ല ഈ മെസ്സേജ് ഇടുന്നതും കമന്റ് ഇടുന്നതും ഒന്നും. ഇയാളുടെ രാഷ്ട്രീയത്തെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പൊ അതേപോലെ തന്നെ ഇദ്ദേഹം അടൂരിലേക്ക് വരികയാണെങ്കിൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ കുറച്ച് മണ്ഡലങ്ങളുണ്ടല്ലോ, ഈ ആറന്മുള, കൊട്ടാരക്കര, അതേപോലെ തന്നെ ഈ ഗണേഷ് കുമാർ നിൽക്കുന്ന മണ്ഡലം, അതേപോലെ ഈ മണ്ഡലങ്ങളിലെല്ലാം ഈ പറയുന്ന രാഹുൽ ഇമ്പാക്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള അല്ലെങ്കിൽ മുൻനിര നേതാക്കന്മാർ എല്ലാം ഉറപ്പായിട്ടും ഈ പറയുന്ന മണ്ഡലങ്ങളിലേക്കും പ്രചാരണത്തിലേക്ക് ഇറങ്ങും. അതേപോലെ തന്നെ BJP-യുടെ പ്രധാന നേതാവായിട്ടുള്ള ദേശീയ നേതാവായിട്ടുള്ള നരേന്ദ്രമോദി ക്യാമ്പ് ചെയ്യാൻ പോകുന്ന ഒരു പ്രധാന സ്ഥലം കൂടിയാണ് പത്തനംതിട്ട എന്ന് പറയുന്നത്. അപ്പോൾ ജയസാധ്യത എന്ന് പറയുന്നത് കോൺഗ്രസിന് വളരെയധികം കൂടുതലാണ്. കാരണം CPM-ന്റെ കയ്യിൽ നിന്ന് ഏകദേശം BJP തദ്ദേശത്തിൽ എല്ലാം അടിച്ചു മാറ്റി അല്ലെങ്കിൽ അടിച്ചെടുത്ത ഒരു സാഹചര്യം ആയതുകൊണ്ട് തന്നെ ഈ പറയുന്ന കാറ്റ് വീശാൻ പോകുന്നത് കോൺഗ്രസിലേക്കാണ്. ഇതിൽ നേതൃത്വത്തിലേക്ക് നമ്മൾ പ്രതീക്ഷിച്ച പോലെ സുധാകരനും VD സതീശനും അതേപോലെ തന്നെ ശശി തരൂരും അങ്ങനെയുള്ള K മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരോടൊപ്പം ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു നേതാവിന്റെ പേരാണ് രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്നത്.